പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വിശുദ്ധ മാർക്കുസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. 1 കൊരിന്ത്യർ 1:18 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശങ്ങളാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. എല്ലാവരും സത്യം അറിയണമെന്നും യേശുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ അടങ്ങുന്ന സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 16:30 തടവറയുടെ കാവൽക്കാരൻ പൗലോസിനോടും സീലാസിനോടും ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമ 10:17 തിരുവചനം പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന്. യേശുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ യേശുവിനെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കണം. യേശുവിനെക്കുറിച്ച് കേട്ട് അറിഞ്ഞ് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി നാം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നാം എല്ലാവരും രക്ഷ പ്രാപിക്കുന്നത്. നാം മാത്രമല്ല, നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നാൽ എല്ലാവരും സുവിശേഷം വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. പിശാച് മനുഷ്യൻ്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ച് അവനെ അന്ധനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാൽ മനുഷ്യർ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതെ വരുന്നുണ്ട്. വിശ്വാസത്തെ തകർക്കാനായിട്ട്, ദൈവത്തിലുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തെ തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്നതാണ് പിശാച്. ദൈവവചനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ദൈവത്തിലും വിശ്വാസം ഇല്ലാതായി മാറും. അപ്പോൾ സുവിശേഷത്തെ ഭോഷത്വമായി കണക്കാക്കും. അങ്ങനെ ഉള്ളവർ നാശത്തിലേക്കാണ് ചലിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:4 തിരുവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നെ നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എബ്രായർ 11:6 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. എഫേസോസ് 2:8 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 119:105 ദൈവവചനം ജീവദായകമാണ്, അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എബ്രായർ 4:12 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം ആരുടെ അടുത്തേക്ക് വരുന്നതോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു എന്ന് തിരുവചനം പറയുന്നു. നാം ദൈവവചനം ഏകുന്നവരായി മാറാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.